വർഷങ്ങൾക്ക് മുൻപ് കാണാതായ കപ്പലുകളുടെ ഛേദങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 1970കളുടെ അവസാന വർഷങ്ങളിലാണ് കപ്പലുകളിൽ സാറ്റലൈറ്റ് അധിഷ്ഠിത വിവരവിനിമയം സാധ്യമാക്കി തുടങ്ങിയത്. അത് യുദ്ധക്കപ്പലുകളും പിന്നിട്ട് വാണിജ്യ കപ്പലുകളിൽ ഇടം നേടാൻ പിന്നെയും വർഷങ്ങളെടുത്തു. മടങ്ങി വരാമെന്ന യാതൊരു ഉറപ്പുമില്ലാത്ത യാത്രകൾ എന്ന നിലയിൽ കപ്പലുകൾ യാത്ര പുറപ്പെട്ടിരുന്ന ഒരു കാലഘട്ടവും നമുക്ക് പിന്നിലുണ്ടായിരുന്നു. നിരവധി കപ്പലുകളാണ് ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്താതെ കടലാഴങ്ങളിൽ മുങ്ങിത്താണത്. ഇത്തരത്തിൽ മുങ്ങിപ്പോയ കപ്പലുകളെയാണ് യാദൃച്ഛികമായെങ്കിലും നമ്മളിന്ന് കണ്ടെത്തുന്നതും. ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. 120 വർഷങ്ങൾക്ക് മുൻപ് 32 ജീവനക്കാരോടൊപ്പം സമുദ്രത്തിൽ അപ്രത്യക്ഷമായ നിഗൂഢ കപ്പലാണ് ഒടുവിൽ ഓസ്ട്രേലിയൻ തീരത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. സമുദ്രത്തിനടിയിൽ പര്യവേക്ഷണങ്ങൾ നടത്തിയിരുന്ന മറൈൻ സർവീസസ് സംഘമാണ് ഒരു നൂറ്റാണ്ട് മുൻപ് കാണാതായ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 1904 ജൂലൈയിൽ ഓസ്ട്രേലിയയിലെ മെൽബണിലേക്ക് കൽക്കരി കൊണ്ടുപോയിരുന്ന SS നെമസിസ് എന്ന ചരക്ക് കപ്പലാണ് 120 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 1904 ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ടാണ് 32 ജീവനക്കാരടക്കം കപ്പൽ സമുദ്രത്തിൽ അപ്രത്യക്ഷമായിരുന്നത്. അപകടമുണ്ടായി ആഴ്ചകൾക്ക് ശേഷം സിഡ്നിയിലെ വിവിധ ബീച്ചുകളിൽ കപ്പൽ ജീവനക്കാരുടെ ശവശരീരങ്ങൾ അടിഞ്ഞുവെങ്കിലും കപ്പൽ സമുദ്രത്തിൽ എവിടെ മറഞ്ഞുപോയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തിരച്ചിലിന് പരിമിതികൾ ഉണ്ടായിരുന്ന അക്കാലത്ത് കപ്പലിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ അധികം നീണ്ടില്ല എന്നതും വസ്തുതയാണ്. 2022 നടന്ന മറ്റൊരു കപ്പൽ അപകടത്തെ തുടർന്ന് സമുദ്രത്തിൽ നഷ്ടപ്പെട്ട ചരക്കുകൾക്കായി അന്വേഷണം നടത്തി വരികയായിരുന്ന റിമോട്ട് സെൻസിംഗ് കമ്പനിയായ സബ്സീ പ്രൊഫഷണൽ മറൈൻ സർവീസിലെ പര്യവേക്ഷകരാണ് സിഡ്നി തീരത്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ആകസ്മികമായി 120 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട നെമസിസിനെ കണ്ടെത്തിയത്. തീരത്ത് നിന്നും 16 മൈൽ അകലെ 525 അടിയിലാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്.